ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KSRTC എപ്പിസോഡ് 2 ആയിട്ടാണ് ഗൈസ്. അതായത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പച്ച കളർ KSRTC എടുത്തുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. നല്ല കിടില ഒരു KSRTC ആണ്, ഇപ്പോഴത്തെ പുതിയ വണ്ടിയാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് ഗൈസ്, പാസഞ്ചേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവരെ പോയി എടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഈ പച്ച സ്ഥാനത്തെ കൊണ്ട് നിർത്തിയാൽ നമ്മുടെ ആൾക്കാരെല്ലാം കയറുന്നതായിരിക്കും നമ്മുടെ വണ്ടിയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആൾക്കാർ കയറട്ടെ. അവർ കയറുന്ന നോക്കണേ, നമുക്ക് സ്കിപ്പ് അടിച്ചുവിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടിയിലുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ നോക്കാം എങ്ങനെയാണെന്ന് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ തുറന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അതൊരു ശരിയാണ്, ഡ്രൈവറിൻ്റെ ഡോറ് കറക്റ്റായിട്ട് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സുകൾ ഒന്ന് തുറന്നു വിടാം. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ സാർ, നമ്മളിന്ന് മറ്റേ റൂഫ് അത് അവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ അതും തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ കുറേ ബസ്സൊക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ KSRTC കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ്. നിങ്ങൾക്ക് മറ്റേ വെള്ള KSRTC ഇല്ലേ, ഇപ്പം പച്ച എടുത്തു, ഇപ്പം റെഡ് എടുത്ത വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ഒരു റെഡ് കളർ KSRTC ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ച കളർ KSRTC ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഗൈസ് ഒരു വൈറ്റ് കളർ KSRTC കൂടെ ഇല്ല, അതുകൂടെ ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്, ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ വേറെ വല്ല ടൂറിസ്റ്റ് ബസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അടുത്ത് തന്നെ മിക്കവാറും ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. പിന്നെ ഗൈസ്, നിങ്ങളോട് താങ്ക് യു പറയാനുള്ളത് ഗൈസ്, നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല കിടലം വീഡിയോസ് പിന്നെ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറയുന്ന ഗെയിമിൻ്റെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ ആകെ ആ ഗെയിമിൻ്റെ വീഡിയോസ് 2 ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് കുറേ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോസ് ഞാൻ ആകെ 2 ഇട്ടിട്ടുള്ളൂ. ബസ് സിമുലേറ്ററിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോസാണ് ഞാൻ വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഷോർട്സ് ആയിട്ട് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിങ്ങിൻ്റെയാണ് ഗൈസ് ഞാൻ കുറച്ചുകൂടെ സുഖമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്നാലും ഗെയിമിംഗ് വീഡിയോസാണ് ഗൈസ്, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗൈസ് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഗൈസ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്, ചാനൽ സബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെ കുറച്ച് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സിറ്റി കഴിയാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരു വണ്ടിക്കാരനാണ് നിർത്തി ബസ് നടിക്കൊണ്ടേ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പുറ സൈഡ് പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് ഒരു പച്ച കളർ മറ്റേ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളൊക്കെ സൈഡിൽ കൂടെ അവരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്, ഒരു കാട് പ്രദേശത്തെത്തിയിട്ടുണ്ട്, കാട് പോലത്തെ ഒരു പ്രദേശത്തെത്തിയിട്ടുണ്ട്. നമുക്കൊരു കിടിലം വളവ് വരുന്നുണ്ട്. മഴ ഉണങ്ങിയിട്ടുണ്ടാവുകൊണ്ട് തന്നെ നമ്മൾ വൈപ്പർ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഈ വളവ് കുറച്ച് പതുക്കെ വളയ്ക്കാം ഗൈസ്. ഇന്നത്തെ എൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ലൈഫ് പോലും കുറയാതെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ അടിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ വണ്ടി അടിച്ചിട്ടില്ല. ലൈഫ് 100% തന്നെയുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഈ ഗെയിം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. അറിയാത്തവർ ഗൈസ് ഒന്ന് കളിച്ച് നോക്കാം, കിടിലൻ ഗെയിമാണ്. ഇഷ്ടം പോലെ മോഡ് കയറ്റാം. പിന്നെ ഗൈസ് മോഡ് മാപ്പ് കളിക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മോഡ് മാപ്പ് കളിക്കുന്നതായിരിക്കും, പേടിക്കാനൊന്നുമില്ല. നല്ല കിടിലം മോഡ് മാപ്പിൽ കൂടെ നമുക്ക് നമ്മുടെ KSRTC 2 ഇപ്പോൾ എൻ്റെ കിടപ്പുണ്ട് ഗൈസ്. KSRTC 2 KSRTC ഓടിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സും ഞാനിപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹോളി കിങ് സൈറഞ്ച് എക്സ്പ്രസ്. ഇടിച്ചില്ല അതൊക്കെ എടുക്കാം ഗൈസ്. അത് വളച്ചപ്പം പ്രശ്നമായിപ്പോയി, കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടൂറിസ്റ്റ് ബസ് ഞാൻ 1S സ്കിന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജയ്ഗുരുയുടെ മോഡിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ KSRTC കളിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ബസ്സും കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊരു KSRTC വീഡിയോ ആണ് ഗൈസ് ഇത്. ഗൈസ്, ഇപ്പോൾ അടുത്തൊരു വളവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. നല്ലൊരു കിടിലൻ വളവാണ് ഇത്. നമുക്ക് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് വളയ്ക്കാം. അത്യാവശ്യം വീതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വളയ്ക്കാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറാം.
ഓക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ലൊരു കിടലൻ പ്രദേശമാണ്. നമുക്ക് ഈ മഴയൊന്നും ഇന്നിരുന്ന് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാമായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇതേ ഒരു കാർ വാഷ് ഒക്കെ ഉണ്ട് കേട്ടോ. കാർ വാഷാണ്. നമ്മൾ ബസ്സാണ്, വേണേ ബസ് വാഷ് ചെയ്ത് തരും. പക്ഷേ ഗൈസ് നമുക്ക് നമ്മുടെ പാസഞ്ചേഴ്സിനെ അവിടെ എത്തിക്കുന്നതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് നേരെ പോവാം ഗൈസ്. പിന്നെ ഈ അടുത്ത് തന്നെ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ ബസ് സിമുലേറ്ററിൻ്റെ. ഇപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇടുന്നത്. കുറേ ഞാൻ ഷോർട്ട് ഇട്ട് ഗൈസ്. വീഡിയോ കണ്ടൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ്റെ വീഡിയോ ഇടണമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഈ കണ്ടൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ തന്നെ ഇട്ടു ഗൈസ്. പിന്നെ നല്ല 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 കണ്ടൻറ്റുകൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഞാനത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്, ഞാൻ വീഡിയോ ഇടും. പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ വരും. പിന്നെ കൂടുതലായിട്ടും വീഡിയോസ് വരുന്നത് ബസ് സിമുലേറ്ററിൻ്റെ ആയിരിക്കും. സിമുലേറ്ററാണ് ഗൈസ് കുറച്ചുകൂടി സുഖം. ഓക്കെ, അപ്പോൾ നമ്മുടെ മഴ എന്നിട്ടുണ്ട്. നമ്മൾ വൈപ്പർ ഓഫ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ പ്രദേശത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി. നല്ല കിടിലൻ ഒരു വളവ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു തെങ്ങൊക്കെ ഉള്ള പ്രദേശമാണ്. നല്ല കിടിലം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ എനിക്കൊരു ഡൗട്ടാണ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് കളർ ഒരു റെഡ് കളർ സംഭവം കണ്ടോ ഈ വഴിക്ക് പോകുന്ന വഴിക്ക്? സൈഡിൽ കാണിച്ചു തരാവേ ഗൈസ്. ഇതേ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് റെഡ് കളർ സംഭവം ഇല്ല, അത് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് താഴെ. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആംബുലൻസ് കിടപ്പുണ്ട് അകത്ത്. ഹോസ്പിറ്റലല്ലല്ലോ ഗൈസ്. ഹോസ്പിറ്റലിൽ ഇത്രയും ചെറുതല്ലല്ലോ. ഹോസ്പിറ്റലല്ല, പക്ഷെ ആംബുലൻസ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ചെറിയ ചെറിയ ക്ലിനിക്കോ അങ്ങനെ വല്ല സ്ഥലം പോകണമോ എനിക്കറിയത്തില്ല. ഡൗട്ടുണ്ട് ഗൈസ്. താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ മണൽ വണ്ടിനെ വെട്ടിക്കണം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ബ്രിഡ്ജിലോട്ട് നമ്മൾ കിടന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കുറച്ച് ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പകുതിയും കട്ട് ചെയ്ത് കളയുന്നുണ്ട് വീഡിയോ ഗൈസ്. മണ്ടയിൽ എന്തോ ഒരു പരസ്യം പോകുന്നുണ്ട്, എന്തിനാണെന്നറിയത്തില്ല. ഒരു പരസ്യം പോകുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ബസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ഗൈസ്. ബസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ദൂരത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചെറിയൊരു വഴി കൂടെ നമുക്കിനി പോകേണ്ടത്. ഞാൻ നേരെയാണെന്ന് വിചാരിച്ചു പോയി, അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിലോട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വളയ്ക്കണം ഗൈസ്. KSRTC നല്ല സുഖമുണ്ട് ഗൈസ് KSRTC ഓടിക്കാൻ. മറ്റേ റെഡ് KSRTC എടുത്തപ്പോഴും ഗൈസ് നല്ല കിട്ടുമായിരുന്നു ഗൈസ്. പിന്നെ വേറെ ബസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം ഗൈസ്. KSRTCയോ പ്രൈവറ്റ് ബസ്സോ ഗൈസ്. വേറെ പ്രൈവറ്റ് ബസ്സും എല്ലാം ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ എടുക്കുന്നതായിരിക്കും. എന്നെക്കൊണ്ട് എനിക്ക് മൂഡ് കിട്ടുമെങ്കിൽ ഞാൻ കളിക്കും ഗൈസ്. പിന്നെ കൊമ്പൻ്റെ ബസ്സിൻ്റെ മോഡ് എൻ്റെ കിടപ്പുണ്ട്. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. കൊമ്പൻ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമ്പൻ മോഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യുക. കൊമ്പൻ്റെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് തന്നെ കൊമ്പൻ്റെ വീഡിയോ വരും. അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, അതായിരിക്കും ഞാൻ അടുത്ത് വരുന്നത്. ഷോർട്സൊക്കെ ഇന്ന് രാവിലെ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല ഗൈസ്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. 550 കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 570 സബ്സ്ക്രൈബേഴ്സ് സംതിങ് ആയിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ എല്ലാ വീഡിയോസും വരുന്നത് ഗൈസ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രദേശത്തെത്തിയിട്ടുണ്ട് നമ്മൾ. ചെറിയൊരു വളവ്. ഓക്കെ ഗൈസ്, കണ്ടോ സൈഡിൽ ആ റെഡ് കളർ സാധനം? അത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം എന്താണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ വളവിൻ്റെ അവിടെ വീണ്ടും ഒരു പരസ്യം പോയിട്ടുണ്ട്. എന്തിൻ്റെ ഒരു ജ്യൂസിൻ്റെ ഒക്കെ പടമുണ്ട്. എന്തിൻ്റെ പരസ്യമാണെന്ന് അറിയത്തില്ല. പിന്നെ ഗൈസ് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടിയിൽ ഒരു ബ്രേക്ക് ലൈറ്റ് പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പുറകിൽ നിൽക്കുകയാണ് ഒരു ചുമല സാധനം. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഗൈസ് ആ സാധനത്തെ ലൈറ്റ് വെക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് നോട്ടിഫൈ ചെയ്തത്. പിന്നെ ഗൈസ് മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വൈപ്പർ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. അവിടെ ഒരു ലൈറ്റ് ചുമല കളറിനകത്തെ കത്തുന്നുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ദൂരത്ത് എത്തിയിട്ടുണ്ട്. കിടിലും പ്രദേശത്ത് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ നേരത്തെ കണ്ട ഒരു പരസ്യം മണ്ടേ കൂടെ പോകുന്നുണ്ട്. നമ്മൾ വൈപ്പറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കണമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഗൈസ് വാഴയൊക്കെ സൈഡിൽ നിൽപ്പുണ്ട് ഗൈസ്. അവൻ്റെ എല്ലാ വീഡിയോകളിലും സൈഡിൽ ഒരു വാഴ കാണും ഗൈസ്. എന്നാ പറഞ്ഞാലും ഗൈസ് ഒരു തെങ്ങ് സൈഡിൽ കൂടെ കുറേ ഉണ്ട് ഗൈസ്. തെങ്ങുണ്ട് സൈഡിൽ കൂടെ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് എടുത്തിട്ടുണ്ട്. വണ്ടി നല്ല റോഡായതുകൊണ്ട് കുറച്ച് സ്പീഡ് എടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുക ഗൈസ്. ഇതുവരെ എൻ്റെ വണ്ടി ഇടിച്ചിട്ടില്ല. 100% ലൈഫിൽ തന്നെയാണ് ഗൈസ്. ഇതുവരെ വണ്ടി ഇടിച്ചിട്ടില്ല. ഓക്കെ, സൈഡിലൊരു പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കയറ്റിയില്ല. നമുക്ക് നമ്മുടെ ആൾക്കാരെ എത്ര വേഗം നമ്മുടെ അടുത്ത സ്റ്റേഷനിലോട്ട് എത്തിക്കണം ഗൈസ്. സ്റ്റാൻഡിലോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാം. ആ ബസ്സിൻ്റെ പുറകെ കയറാം ഗൈസ്. ലൈറ്റ് എത്തിയതുണ്ടോ ഞാനിപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ? നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയെ ഓവർടേക്ക് ചെയ്യുവാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. യെസ്, ഓക്കെ. ആ വണ്ടിക്കാരനോടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് കയറാം. ഓക്കെ. സോ ഗൈസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കുറേ കാണാം. നിങ്ങൾ ക്ഷമിക്കുക. യെസ്, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ കാണാം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അതൊക്കെ ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. യെസ്, പിന്നെ ഈ പച്ച വണ്ടി ഉണ്ടോ, ഈ ഫ്രണ്ടിൽ പോകുന്ന ഒരു പച്ച വണ്ടി, ഇതെന്നാ വണ്ടിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ ഉണ്ടോ ചെറുതായിട്ട് നോക്കട്ടെ. ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ പെട്രോൾ 35 ലിറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി അടിക്കുന്നില്ല. നമുക്ക് ട്രിപ്പ് തീരാനുള്ള അത്രയും പെട്രോൾ ഉണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ അടിക്കുന്നില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ ഒരു നല്ല കിടല സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ വ്യൂ ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വേണ്ടി. വണ്ടി മൊത്തം ചെളി പിടിച്ചു. നന്നായിട്ട് ചെളി പിടിച്ചിട്ടുണ്ട് ഗൈസ്. ആ 2 മഴ കഴിഞ്ഞതാണ് നമ്മുടെ വണ്ടി ഗൈസ്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? അത് കിടിലമല്ലേ? എനിക്ക് കിടിലമെന്നാണ് തോന്നുന്നത് ഈ ബസ് ഓടിക്കുമ്പോൾ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കുറച്ചുകൂടി ഇഷ്ടം ഈ ബസ് സിമുലേറ്റർ കളിക്കാനെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്കിഷ്ടം KSRTC അതുപോലെ ടൂറിസ്റ്റ് ബസ്സാണ് ഗൈസ്. പ്രൈവറ്റ് ബസ് എനിക്ക് അത്രയ്ക്ക് സുഖം തോന്നുന്നില്ല. കാരണം വെച്ചാൽ വലിയൊരു കയറ്റമൊക്കെ വരുമ്പം വണ്ടി അങ്ങോട്ട് നിന്ന് പോവുകയാണ് ഗൈസ്. എന്നിട്ട് പിന്നെ ഞാൻ ആ വണ്ടി ഓണാക്കി എടുക്കുമ്പോഴത്തേക്കിന് ഗൈസ് വണ്ടി നമ്മുടെ ആക്സിലേറ്റർ ഫുള്ള് കൊടുത്താലും വണ്ടി ഫ്രണ്ടോട്ട് പോകത്തില്ല. പിന്നെ ഞാൻ ഏറ്റവും പുറകിലോട്ട് എടുത്തിട്ടായിരിക്കും ഗൈസ് ആ കയറ്റം ആദ്യം തൊട്ടായിരിക്കും ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വണ്ടിക്കാരൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇടിക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർടേക്ക് കയറാം. മാക്സിമം ഇടിക്കാതെ കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നേ. ഇതിൻ്റെ ബ്രേക്ക് വരുമ്പോൾ കിടിലം ബ്രേക്ക് കേട്ടോ, പവർ ബ്രേക്ക്. തൊട്ടവിടെ നിൽക്കും വണ്ടി. പിന്നെ KSRTCയുടെ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടെ കമൻറ്റ് ചെയ്യണം ഗൈസ്. കുറേ KSRTC ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് KSRTC ആണ് കുറച്ചുകൂടി ഇഷ്ടം കൂടെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കുറേ പിള്ളേരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ സൈഡിലോട്ട് നമ്മുടെ സ്റ്റാൻഡാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ നമ്മൾ അങ്ങനെ നമ്മുടെ സക്സസ് ആയിട്ട് നമ്മുടെ ആൾക്കാരെ നമ്മുടെ സ്റ്റാൻഡിൽ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. സ്റ്റാൻഡിൽ എത്തിച്ചിട്ടില്ല ഇതുവരെ. 100% ലൈഫിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു വണ്ടി നമ്മൾ സ്റ്റാൻഡിൽ എത്തിക്കുന്നത്. ആ വണ്ടിക്കാരനെ അവിടെ നിർത്തിയത് നമുക്കിട്ട് പണി തരാനാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വളയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വളച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നിർത്താനുള്ള സ്ഥലം എവിടെയാണ് നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ മാപ്പ് നോക്കിയാണ് ഗൈസ് ഞാൻ പോകുന്നത്. എവിടെയോ ഉണ്ട്. ഗൈസ് ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വണ്ടി നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം ഗൈസ്. നമ്മുടെ ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുവാണ് ഗൈസ്. ഓക്കെ, ബൈ.